പ്രമേഹത്തിനായി മരുന്ന് കഴിക്കുന്നവർ മിക്കവാറും പ്രഷറിനും കൂടി മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഈ രണ്ട് രോഗവുമുള്ളവരിൽ കൂടുതലും കൊളസ്ട്രോളിനും ഒപ്പം തന്നെ രക്തം കട്ടപിടിച്ച് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഉണ്ടാകുന്നത് തടയാനായി ആസ്പിരിൻ പോലുള്ള ബ്ലഡ് തിന്നേഴ്സും കഴിക്കുന്നുണ്ടാവും. രക്തത്തിലെ ഗ്ലൂക്കോസും കൊളസ്ട്രോളും പ്രഷറും കൂടുന്നതിന് കാരണം ജീവിതശൈലിയിലെ അപാകതകൾ മൂലം ശരീരത്തിലെ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങൾ ശരിയായി നടക്കാത്തതാണ് എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. കുടവയർ, പ്രമേഹം, പ്രഷർ, ഹൈ ട്രൈഗ്ലിസറൈഡ്, ലോ HDL ഈ 5 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 3 ഉണ്ടെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്നതാണ് ഡയഗ്നോസിസ്. ഷുഗറും പ്രഷറും കൊഴുപ്പും മൂലം രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന നാശവും അടവും ബ്രെയിനിനും കണ്ണിനും ഞരമ്പിനും കിഡ്നിക്കും ഒക്കെ ഉണ്ടാക്കുന്ന നാശമാണ് ഇത്തരം രോഗികളിൽ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും കാഴ്ചക്കുറവിനും വൃക്കത്തകരാറിനും ഉണങ്ങാത്ത വ്രണങ്ങൾക്കും ഒക്കെ സാധ്യത കൂടാൻ കാരണം. പലതരം രോഗങ്ങളും അവയ്ക്കെല്ലാമായി കഴിക്കേണ്ടി വരുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളും കൂടിയാകുമ്പോൾ അസ്വസ്ഥതകളും കൂടി വരും. ഈ രോഗങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇത്തരം രോഗങ്ങളിൽ നിന്നും മരുന്നുകളിൽ നിന്നും എങ്ങനെ മോചനം നേടാനാകും എന്ന് നോക്കാം. നമുക്കെല്ലാം അറിയാം, ഈ ജീവിതശൈലി രോഗങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ ബാക്കിയുള്ളവരോട് പുറകെ വരാൻ തുടങ്ങും. ഇപ്പം പ്രഷർ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കൊളസ്ട്രോൾ കൂടാൻ തുടങ്ങും. മിക്കവാറും പലപ്പോഴും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുക എന്നുള്ളതാണ് ആദ്യം വരുന്നത്. അത് കഴിയുമ്പോഴായിരിക്കും പ്രഷർ കൂടാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ചിലപ്പം ചിലർക്ക് ഡയബറ്റീസ് ആയിരിക്കും വരുന്നത്, ചിലർക്ക് പ്രഷറായിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്തരം ആൾക്കാരിൽ മിക്കവാറും എല്ലാവർക്കും നമ്മളിപ്പോൾ ലിവർ നോക്കുവാണെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാകും. അങ്ങനെ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഈ പ്രഷർ, ഷുഗർ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ് ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. അതിൽ നമ്മൾ 5 ഘടകങ്ങളാണ് അതിൻ്റെ ഡയഗ്നോസിസിനായിട്ട് പറയുന്നത്. ഒന്ന് അമിതവണ്ണം, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, കുടവയർ ഉണ്ടാവുക, പിന്നെ പ്രഷർ അല്ലെങ്കിൽ ഷുഗർ, പിന്നെ ട്രൈഗ്ലിസറൈഡ് കൂടുക എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ കൊഴുപ്പിനാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ് കൂടുക എന്ന് പറയുന്നത്. പിന്നെ HDL നമ്മൾ പറയില്ല, നല്ല കൊളസ്ട്രോൾ എന്ന് പറയുകയല്ലേ, അപ്പോൾ HDL കുറയുക. ഈ 5 പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലും 3 ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ വരാവുന്നത് ഒന്ന് ഫാറ്റി ലിവറാണ് വരാവുന്നത്. പിന്നെ ഉള്ളത് യൂറിക് ആസിഡ് കൂടും. അപ്പം യൂറിക് ആസിഡ് കൂടുമ്പോൾ നമ്മൾ നേരെ യൂറിക് ആസിഡ് മരുന്ന് എടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അത് മിക്കവാറും ലിവറിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന പോലെ കിഡ്നിക്ക് ദോഷം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് വേണം, പ്രത്യേകിച്ചും BP ഉള്ളവരിൽ നമ്മൾ യൂറിക് ആസിഡ് കൂടുവാണെങ്കിൽ കാണുന്നത്. നമ്മൾ കണ്ടത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ള കിഡ്നി ഫങ്ഷൻ്റെ ഒരു പാർട്ടാണ് യൂറിക് ആസിഡ് എന്നുള്ളത്. പിന്നെ ഗൗട്ട് പോലെയുള്ള ആർത്രൈറ്റിസ് വരുന്നവർക്ക് യൂറിക് ആസിഡ് കൂടാൻ അതിന് മരുന്നെടുക്കണം. പക്ഷെ ജസ്റ്റ് യൂറിക് ആസിഡ് കൂടി പ്രത്യേകിച്ച് BPയും ഈ മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർ അത് കിഡ്നിക്ക് പ്രോബ്ലം വരുന്നുണ്ടോ എന്നുള്ളതായിരിക്കണം അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഇതിൻ്റെ ഡയഗ്നോസിസിൽ നമ്മൾ ഇത് എങ്ങനെയാണ് നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അമിതവണ്ണം ഉണ്ടോ. ഏറ്റവും ബെസ്റ്റ് നമ്മളെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഹൈറ്റ് അനുസരിച്ച് ഹൈറ്റ് -110 ആണ്. ഓക്കെ, ഹൈറ്റ് -100 ആണെങ്കിലും ഓക്കെ ആയിട്ട് എടുക്കാം. നമ്മുടെ BMI നോക്കുമ്പം 25 ആണ് വെസ്റ്റേണേഴ്സിൻ്റെ. ഇന്ത്യൻസിനാണെങ്കിൽ BMI ആണ് 23 ആണ് വരുന്നത്. അതായത് 170 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്ക് മാക്സിമം ആകാവുന്ന 70 കിലോയാണ്. ഐഡിയലി അറൗണ്ട് 60 നിൽക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് അബ്ഡോമിനൽ സർക്കംഫറൻസ്, വയറിൻ്റെ ചുറ്റളവ്. അത് ഒരു ഹൈറ്റ് 170 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരാൾക്ക് മാക്സിമം ആകാവുന്ന ഹൈറ്റ് -90 ആണ്. അതായത് 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് 80 സെൻറ്റിമീറ്റർ വരെ വയറിൻ്റെ ചുറ്റളവ് വരാം. ഐഡിയലി നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഐഡിയലായിട്ട് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹൈറ്റ് -100 ആണ്. അപ്പം 170 ഉണ്ടെങ്കിൽ ഒരു 70 സെൻറ്റിമീറ്ററിൽ നിർത്തുകയാണെങ്കിൽ അതായിരിക്കും ഐഡിയൽ.
പിന്നെ അതുപോലെ HDL ആണെങ്കിൽ ബിലോ 40 പോകാതെ നോക്കുക. അതുപോലെ BP ആണെങ്കിൽ മാക്സിമം ആകാവുന്ന 130/80 ആണ്. പിന്നെ ഷുഗർ ആണ്, ബ്ലഡ് ഷുഗർ ആണെങ്കിൽ മാക്സിമം FBS ആണ് അതിൽ നമ്മൾ സാധാരണ ഇതിൻ്റെ ഡയഗ്നോസ് നോക്കുന്നത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110 മുകളിൽ പോകാതെ നോക്കുക. പിന്നെ എന്താണ് ഇതിൻ്റെ കൊണ്ടുള്ള പ്രശ്നം എന്നുള്ളതാണ്. അതായത് മെറ്റബോളിക് സിൻഡ്രോം വരിക. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലെ കെമിക്കൽ റിയാക്ഷൻ, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഫാക്ടറിയാണ്. നമ്മുടെ ബോഡിയിലെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് വെച്ചാണ് നമ്മളെല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ വഴിയാണ്. അത് അബ്സോർബ് ചെയ്ത് ലിവറിൽ ചെല്ലും, അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഓരോ സെല്ലുകളിലേക്ക് പോകും. ഇവിടെ എല്ലാം ഓരോന്നുണ്ടാക്കുന്നു, അത് അതിൻ്റെ വേസ്റ്റ് വരുന്നു, അതിനെ കൊണ്ടുപോയി കിഡ്നിയും ലിവറും ഒക്കെ അതും കെമിക്കൽ റിയാക്ഷൻ വഴി അതിനെ ഡീറ്റോക്സിഫൈ ചെയ്ത് പുറത്ത് കളുന്നു. സോ ഹോൾ ബോഡിയിലെ കാര്യങ്ങളെല്ലാം നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ്. അപ്പം അതിനാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അത് നമ്മളുടെ മാക്രോ ലെവലിൽ നിന്നുണ്ട്, അതായത് മൊത്തത്തിൽ ബോഡിയിലുണ്ട്. പിന്നെ ഫൈനലി നമ്മളുടെ ബോഡി എല്ലാം ഉണ്ടാക്കുന്ന സെല്ലുകൾ വെച്ചാണ്. ഓൾമോസ്റ്റ് 50 ട്രില്യൺ സെൽസ് ആണുള്ളത്. ഇതിലെല്ലാം മെറ്റബോളിസം കറക്റ്റായിട്ട് പോകുമ്പോഴാണ് നമുക്ക് ഹെൽത്ത് ഉണ്ടാകുന്നത്. അപ്പം മെറ്റബോളിസം തെറ്റുമ്പോൾ ആണ് ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. ബേസിക്കലി ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ പേരിലാണ് ഞാൻ ഈ പറഞ്ഞ 5 ഘടകങ്ങൾ വരും. അതുപോലെ മറ്റ് പല കാര്യങ്ങളും, പല ജീവിതശൈലി രോഗങ്ങളിലെ ലിവറിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്, ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നത്, കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നതിലൊക്കെ പല കാരണങ്ങളും ഈ മെറ്റബോളിക് എറേഴ്സ് കാരണമാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ മെറ്റബോളിക് സിൻഡ്രോം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം വരുന്നത് ഒന്ന് കാർഡിയോവാസ്കുലർ ഡിസീസ്, CVD. കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ ഭാഗമായിട്ട് രക്തക്കൊഴലുകൾക്ക് ഈ കൂടുതൽ കൊഴുപ്പും കൂടുതൽ ഗ്ലൂക്കോസും ഒക്കെ കൂടെ ബ്ലഡിൽ കൂടെ നടക്കുകയും പ്രഷർ കൂടുകയും ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് ഹാർട്ടിനും രക്തക്കൊഴലുകൾക്കുമാണ്. അപ്പോൾ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നതോടുകൂടി ആണ് നമ്മൾ കിഡ്നി, അതുപോലെ നെർവ്സ്, ഇതിനൊക്കെ ഡാമേജ് വരുന്നത്. അപ്പം നമ്മൾ പറയുമല്ലോ, ഹാർട്ടിനാണെങ്കിൽ രക്തക്കൊഴലുകൾക്ക് വരുമ്പോൾ ഹാർട്ടിൻ്റെ രക്തക്കൊഴലുകൾക്ക് വന്നാൽ ഹാർട്ട് അറ്റാക്ക് വരാം. ബ്രെയിനിലേക്കുള്ള രക്തക്കൊഴലുകൾക്ക് അബ്നോർമാലിറ്റി ഡാമേജ് വരുമ്പോൾ ബ്രെയിനിൽ അറ്റാക്ക് വരാം. പിന്നെ നമ്മൾ ഡെമെൻഷ്യ, വലിയ അറ്റാക്ക് വരുമ്പോൾ സ്ട്രോക്ക് വരെ വരും. ചെറിയ അറ്റാക്കാണ് വരുന്നതെങ്കിൽ നമ്മളതൊരു ഡെമെൻഷ്യ ആയിട്ട്, സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയും. അപ്പം നമുക്ക് ഓർമ്മക്കുറവ്, ബുദ്ധിക്കുറവ് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ലിവറിന് ഈ വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ലിവർ കെട്ടിക്കിടക്കുമ്പോഴാണ് ഫാറ്റി ലിവർ, സിറോസിസ്, അങ്ങനെയുള്ള ക്രോണിക് ലിവർ ഡിസീസ്, CLD എന്ന് പറയും. പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് പോയാൽ കിഡ്നിക്ക് ഡാമേജ് വരും. അതാണ് ക്രോണിക് കിഡ്നി ഡിസീസ്, CKD എന്ന് പറഞ്ഞു വന്നു കഴിയുമ്പോഴേക്കുമാണ് നമ്മൾ ഫൈനലി ഡയബറ്റീസും പ്രഷറും ഉള്ളവർക്കാണല്ലോ. പ്രഷർ, ഡയബറ്റീസ്, ഓവർ വെയ്റ്റ്, ഇതാണ് കിഡ്നിയെ ഏറ്റവും കൂടുതൽ കിഡ്നി ഡിസീസിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. പിന്നെ ന്യൂറോപ്പതി, നമുക്ക് പലതരത്തിലുള്ള ന്യൂറോപ്പതികൾ വരാം. സെൻസേഷൻ കുറയുന്നത് വരാം, മസിൽ വീക്ക്നെസ് വരുന്നത്, അതുപോലെ ഓട്ടോണോമിക്, നമ്മുടെ നമ്മൾ തന്നെ അറിയാതെ തന്നെ നടക്കുന്ന ഹാർട്ട് ബീറ്റിൻ്റെ കൺട്രോള്, അങ്ങനത്തെയൊക്കെ വരുന്നതും ഈ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുമ്പോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് വരും. അപ്പം നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് തെറ്റുക, അല്ലെങ്കിൽ തലകറക്കം വരിക, കണ്ണിൻ്റെ പ്രഷർ കൂടുകയും ഡയബറ്റീസ് കൂടുകയും ചെയ്യുമ്പം നമുക്കറിയാം കണ്ണിന് കാഴ്ചക്കുറവ് വരാം, കേൾവിക്കുറവ് വരാം, അതുപോലെ ഗിഡിനെസ്, ചുറ്റൽ, ചെവിയിൽ മൂളക്കം, അങ്ങനെ ഓരോ രീതിയിലുള്ള സെൻസറി ഡിഫക്റ്റുകൾ വരാം. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ആണല്ലേ ഈ ഗ്ലൗ ആൻഡ് സോക്സ് സെൻസേഷൻ കുറഞ്ഞു വരുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഫുഡ് അൾസറിലേക്കൊക്കെ വരുന്നത്, സെൻസേഷൻ കുറഞ്ഞിരുന്നു. പിന്നെ ബ്രെയിനിലേക്ക് വരുമ്പോൾ ഈ ഓർമ്മക്കുറവ്, അതുപോലെ ബിഹേവിയർ പ്രോബ്ലം, ഈ പ്രായമായി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം അസുഖമുള്ളവർക്ക് ദേഷ്യം കൂടുക, ഇറിറ്റബിൾ ആകുക, ആൻസൈറ്റി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെപ്രാളം, ആൻസൈറ്റി, എല്ലാത്തിനും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ നമുക്ക് ആ ബ്രെയിനിന് വരുന്ന ഡാമേജ് കൊണ്ടാണ് ഇങ്ങനത്തെ ബിഹേവിയറൽ പ്രോബ്ലം വരുന്നത്. പിന്നെ വരുന്നത് ഡീജനറേറ്റീവ് ഡിസീസസ്, എന്താ നെർവ്സിന് വരുന്ന ഈ പാർക്കിൻസൺസ് ഡിസീസ്, അൽഷിമേഴ്സ് ഡിസീസൊക്കെ വരും.
പിന്നെ ഈ മെറ്റബോളിക് സിൻഡ്രോംസിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് ഈ ആർത്രൈറ്റിസിൽ, പ്രത്യേകിച്ച് മുട്ടിന് വേദനയും ഈ മുട്ട് മാറ്റിവെക്കുക ശസ്ത്രക്രിയയൊക്കെ വേണ്ടി വരുന്നവരെല്ലാം മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമാണത്. അതുപോലെ പിന്നെ ഈ നട്ടെല്ലിന് കുറച്ച് പ്രായമാകുമ്പോഴേക്കും മിക്കവാറും പേർക്ക് നടുവേദന ഉണ്ടാകും. ഒന്നെങ്കിൽ അതിന് ആൻകിലോസിങ് സ്പോണ്ടലൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്ക് പ്രോബ്ലംസ് എന്ന് പറയും. ബേസിക്കലി ഇതെല്ലാം നട്ടെല്ലിനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഡിസ്ക്, അതൊരു ഷോക്ക് അബ്സോർബർ പോലെയുള്ളതാണ്, അതിന് വരുന്ന ഡീജനറേഷനാണ്. ഇപ്പം ഇതെല്ലാം ശരിക്കും നമ്മളുടെ ബോഡിയിൽ നടക്കേണ്ട മെറ്റബോളിക് പ്രവർത്തനങ്ങൾ കറക്റ്റ് അല്ലാതെ പോകുമ്പോൾ വരുന്ന ആ ഓരോരോ ഭാഗത്തിന് വരുന്ന ഡാമേജാണ്. പിന്നെ അതുപോലെ സ്കിന്നിന് വരുമ്പം നമ്മൾ പലതരം സ്കിൻ ലീഷൻസ് ആയിട്ട് വരാം. മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഡയബറ്റീസ് വരുമ്പോൾ തന്നെ മുഖത്തൊക്കെ കറുപ്പ്, നെറ്റിയിലൊക്കെ കറുപ്പ് വരിക, കാന്തോസിസ് നിഗ്രിഗൻസ് എന്ന് പറയുന്ന മുഖത്ത് കക്ഷത്തിലൊക്കെ അങ്ങനെയുള്ളത് വരാം. പിന്നെ പലർക്കും അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടലും, കുറച്ച് കയറുമ്പോഴേക്കും കിതപ്പും, അത് ലങ്സിന്, കാരണം ഉള്ളിലും ഒക്കെ കൊഴുപ്പ് കെട്ടിയും പല ലങ്സിൻ്റെ പ്രശ്നം അതിനെ എഫക്റ്റ് ചെയ്യാം. പിന്നെ അതൊരു പരിധി വിട്ട് കഴിയുമ്പോൾ ചിലർക്ക് അതൊരു അലർജി ആയിട്ടും ഒക്കെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഒരേ ഇതിൻ്റെ പിന്നെ പതുക്കെ പതുക്കെ കൂടി വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല ഇങ്ങനത്തെ രോഗങ്ങളുള്ളവർ എന്താണ് അവർ ടെസ്റ്റുകൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ഡയഗ്നോസിസിന് വേണ്ടിയുള്ളത് അതായത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു, ഹൈറ്റ് നോക്കണം, വെയിറ്റ് നോക്കണം, അബ്ഡോമിനൽ സർക്കംഫറൻസ്, BP, ബ്ലഡ് ഷുഗർ, ട്രൈഗ്ലിസറൈഡ്, ബ്ലഡിൽ എത്ര ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, HDL എത്ര, ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഡയഗ്നോസിസ്. പണ്ടൊക്കെ നമ്മളിപ്പോഴും കൊളസ്ട്രോളിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇപ്പം ഈ ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ ഡയഗ്നോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് റിവിഷൻ ഓഫ് ഇതിലാണ്, അമേരിക്കൻ സൊസൈറ്റിയുടെ ഒക്കെ വന്നിരിക്കുന്നതനുസരിച്ച് ട്രൈഗ്ലിസറൈഡിൻ്റെയും HDL-നുമാണ് ഇമ്പോർട്ടൻസ്. പണ്ടാണെങ്കിൽ കൊളസ്ട്രോളിനും LDL-നും ആണ്. ഇപ്പം അതിനേക്കാളും മോർ മെറ്റബോളിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറക്ഷൻ വേണ്ടത് ട്രൈഗ്ലിസറൈഡും HDL-ഉം ആണെന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ബോഡിയിലെ ഫാറ്റ് പെർസെൻറ്റേജ് ആണ് അറിയേണ്ടത്. അപ്പോൾ ഒരു പരിധി വരെ വയറ് കൂടുന്നതനുസരിച്ച് ഫാറ്റ് പെർസെൻറ്റേജ് കൂടുന്നു എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഇന്ന് നമുക്ക് പലതരം മെത്തേഡ്സ് ഉണ്ട് ഫാറ്റ് നമ്മളുടെ ബോഡിയിലെ ലീൻ മാസും ഫാറ്റ് മാസും തിരിച്ചറിയാനുള്ളത്. അതും മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോഗ്രസ് അസസ് ചെയ്യാനൊക്കെ നല്ലതാണ്. അറിയുന്നത് എപ്പോഴും അതും കൂടെ വെച്ചിട്ടാണ് നമുക്കെപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രസ്. അപ്പോൾ അവരുടെ എത്ര വെയിറ്റ് കുറയണം, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓവർ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാറ്റാണ് കുറയ്ക്കാൻ നോക്കേണ്ടത്, അല്ലാതെ മസിലും ബോണും നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. ഒരു ഹെൽത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മോർ മസ്കുലർ ആകണം, അതായത് ഓവർ മസിലും ആവശ്യമില്ല, മസിലും ബോണും സ്ട്രോങ് ആവണം. അതേ സമയത്ത് ഫാറ്റ് ഒത്തിരി ആവരുത്. ഫാറ്റ് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്കൊരു 10 to 15%, ലേഡീസിനൊരു 15 to 25% ഫാറ്റിൽ നിലനിർത്തുക. അതേ സമയത്ത് നമ്മൾ ഒരു നോർമൽ BMI-ൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഹെൽത്തിന് വരാവുന്നത്. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി കുറവെന്നുള്ളവരാണെങ്കിൽ നമ്മൾ BMI എപ്പോഴും മാക്സിമം ആകാവുന്ന BMI എന്ന് പറയുന്നത് 25 ആണ്. ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ആകാവുന്ന BMI 23 ആണ്. അതിൽ തന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്, ഒത്തിരി നമുക്ക് ജിമ്മിൽ ഒത്തിരി പോയി വർക്കൗട്ടൊന്നും ചെയ്യാം, ഇപ്പം ആർക്കും തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. പിന്നെ നമ്മൾ ജിമ്മിലൊക്കെ ഉള്ള വർക്കൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ബോഡി ബിൽഡിങ്ങും അങ്ങനെ ആ ഫിറ്റ്നസ്സും ഈ ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ അത്ലറ്റ്സും അതുപോലെ ഫിസിക്കലി ഉള്ള കളികളിലും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ളവരല്ലാത്തവർക്ക് എപ്പോഴും ലോ BMI-ൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇന്ത്യൻസിന് നോർമൽ BMI എന്ന് പറയുന്നത് 18 to 23 ആണ്. അപ്പം എത്ര ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണോ അതനുസരിച്ച് ലോ BMI-ൽ നിർത്തുക എന്നുള്ളതാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താണെങ്കിലും അല്ലാത്ത ഫിസിക്കൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലുള്ളവർക്ക് ഹയർ BMI up to 23, ഓർ അത്ര നല്ല ഫിസിക്കലി ഫിറ്റ് 6 pack ഒക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ 25 വരെ BMI വരാം. നെക്സ്റ്റ് നമ്മൾ ഇതുകൊണ്ട് വന്നിരിക്കുന്ന ഡാമേജാണ് അസസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സിസ്റ്റത്തിന് ഓരോ അവയവങ്ങൾക്കും എന്തോരം ഡാമേജ് വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിന് ഹാർട്ടിൻ്റെതും രക്തക്കൊഴലുകൾക്കും നോക്കാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ രക്തക്കൊഴലുകളുടെ അറിയാൻ വേണ്ടിയിട്ടാണ് HSCRP, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, CRP-യേക്കാളും രക്തക്കൊഴലുകളുടെ ഡാമേജ് ഇത് ചെയ്യുന്നത് HSCRP എന്ന് പറഞ്ഞ് ഒരു
എന്താണ്. പിന്നെ അതുപോലെ ഹാർട്ടിൻ്റെയാണ് ട്രോപ്പോണിൻ നോക്കാം. ട്രോപ്പോണിൻ ഐ ആണ് വരാൻ പോസിബിലിറ്റി. നമ്മൾ ഒരു അറ്റാക്കായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അറിയുന്നത് ട്രോപ്പോണിൻ ടി ആണ്. വരാൻ സാധ്യതയുണ്ടോ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് അറിയാനുള്ളത് നമ്മൾ ട്രോപ്പോണിൻ ഐ ആണ് നോക്കാം. പിന്നെ രക്തക്കൊഴലുകൾക്ക് എത്ര ഡാമേജ് വന്നിട്ടുണ്ടെന്ന്, അതായത് രക്തക്കൊഴലുകളുടെ ഏജിങ് അറിയാനായിട്ട് ഒരു CIMT എന്ന് പറയും, അതായത് കരോട്ടിഡ് ഇൻറ്റിമ മീഡിയ തിക്നെസ്, അതായത് കഴുത്തിലെ ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്ന മെയിൻ രക്തക്കൊഴലുണ്ട്. ആ രക്തക്കൊഴലുകളിൽ എന്തോരം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. അതപ്പോൾ നമ്മുടെ ഹോൾ ബോഡിയിൽ ഏകദേശം 60,000 മൈൽസാണ് നമ്മളുടെ രക്തക്കൊഴലുകളുടെ ലെങ്ത്. അപ്പോൾ ഈ കഴുത്തിലാണ് സ്കിന്നിന് ഏറ്റവും ക്ലോസർ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് അൾട്രാസൗണ്ട് വെച്ച്, അപ്പോൾ അൾട്രാസൗണ്ടിനാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അപ്പോൾ അത് വെച്ച് അറിയാനും പറ്റും, അത് വേണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അത് വെച്ച് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് സ്ട്രോക്ക് വരാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. മൊത്തത്തിൽ രക്തക്കൊഴലുകളുടെ ഏജിങ്ങും അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഫങ്ഷനാണ് അറിയേണ്ടത്. ഇപ്പോൾ ഈ ഡയബറ്റീസ് ആണെങ്കിലും മെറ്റബോളിക് സിൻഡ്രോം എല്ലാം, ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ആത്രോസ്ക്ലെറോസിസ് ആണെങ്കിലും ഇതെല്ലാം നമ്മളുടെ ലിവറിനെയും കിഡ്നിയെയും ബാധിക്കും. അപ്പം അതിന് ഏറ്റവും ഇതായിട്ട് ചെയ്യാവുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ബ്ലഡിൽ ചെയ്യാം. കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ട് ബ്ലഡിൽ, ക്രിയാറ്റിന, GFR അങ്ങനത്തത്. പിന്നെ ഒരു സ്കാനിങ്, അബ്ഡോമിൻ്റെ സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ് മതിയാവും. അൾട്രാസൗണ്ട് വെച്ചിട്ട് നമ്മൾ സ്കാനിങ് നോക്കുമ്പോൾ നമുക്ക് കിഡ്നിയെക്കുറിച്ചും ലിവറിനെ കുറിച്ചും ഒക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഫാറ്റി ലിവർ ഉണ്ടോ, തുടക്കം തന്നെ ഉണ്ടെങ്കിൽ അറിയാം. അതുപോലെ കിഡ്നിയിൽ വല്ല സ്റ്റോൺ ഉണ്ടോ, അല്ലെങ്കിൽ കിഡ്നി പാരൻകൈമൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അതൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ബ്രെയിൻ്റെ ഫങ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിക്കുറവ് വരാൻ, മെമ്മറി കുറവ് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് നമ്മൾ ഒരു MRI പോലെയുള്ള എടുത്താലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ ഡയബറ്റിക് പേഷ്യൻറ്റിനും ഹൈപ്പർടെൻസീവ് പേഷ്യൻറ്റിനും നമ്മൾ ബ്രെയിനിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് ചെയ്യുന്ന കണ്ണിൻ്റെ ഫണ്ടസ് ആണ്. അതായത് ഫണ്ടസ് എന്ന് പറഞ്ഞാൽ റെറ്റിനൽ ബ്ലഡ് വെസൽസിൻ്റെ ഇതെടുക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഈ മെറ്റബോളിക് സിൻഡ്രോം ഇതിൻ്റെ ഒരു പാട്ടാണല്ലോ. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ളവർക്ക് കണ്ണിന് കാഴ്ച കുറയാനുള്ള രണ്ടും റെറ്റിനോപ്പതി ഉണ്ടാകും. ഡയബറ്റീസും റെറ്റിനോപ്പതി ഉണ്ടാക്കും, ഹൈപ്പർ ടെൻഷൻ റെറ്റിനോപ്പതി ഉണ്ടാക്കും. അപ്പം അങ്ങനെ വരാനുള്ള പോസിബിലിറ്റി എന്താണ്? അതുപോലെ തന്നെ ഈവൻ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ളവർക്ക് നേരത്തെ തന്നെ ഉള്ളവർക്ക് കാറ്ററാക്ട് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഈ മെറ്റബോളിക് സിൻഡ്രോം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സാധ്യതയും കുറയും. അപ്പം കണ്ണിൻ്റെ ടെസ്റ്റുകളും അതിനകത്ത് ഇമ്പോർട്ടൻ്റ്. കാറ്ററാക്റ്റിൻ്റെ തുടക്കമുണ്ടോ അല്ലെങ്കിൽ റെറ്റിനൽ ഡാമേജ് വരുന്നുണ്ടോ, ഇത് നമുക്ക് ഒഫ്താൽമോളജിസ്റ്റ് ഒരു ഫണ്ടോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമ്മൾ അറിയണമെന്നുണ്ട്. പിന്നെ ഈ CIMT എന്ന് പറഞ്ഞ ടെസ്റ്റ് വഴി ആ രക്തക്കൊഴലുകളുടെ മുകളിലോട്ട് കറക്റ്റ് ബ്ലഡ് കൊടുക്കുന്നുണ്ടോ എന്നറിയാം. പിന്നെ ഉള്ളത് MRI പോലെയുള്ളത്, ഇപ്പം നമ്മൾ ഒരു സ്ട്രോക്ക് പോലെയൊക്കെ സംശയിക്കുമ്പോഴൊക്കെയാണ് അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളൂ. ഒരു റുട്ടീൻ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാറില്ല, ബ്രെയിൻ MRIയുടെ ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ, ഹൈപ്പർ ടെൻഷൻ്റെ, കൊളസ്ട്രോളിൻ്റെ എല്ലാത്തിൻ്റെയും ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ വരുന്നത് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും എക്സസൈസും. വെയിറ്റ് കുറയണമല്ലോ, അപ്പോൾ കാലറി കൺട്രോൾ ചെയ്യണം. കാലറി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്നതിനകത്തെ അന്നജവും കൊഴുപ്പും കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് മാത്രം കാലറി, നമ്മൾ ഓൾറെഡി സ്റ്റോറും കൂടെ ഉള്ളതുകൊണ്ട് അത് നോർമൽ ആക്കുന്നോടം വരെ ഏറ്റവും മിനിമം കാലറി വരിക. അതേ സമയത്ത് ന്യൂട്രീഷൻ എല്ലാം കിട്ടുകയും ചെയ്യണം. എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് എല്ലാം കിട്ടുക, കാലറി മാത്രം കുറഞ്ഞൊരു ഡയറ്റാണ് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണ് നമ്മൾ പ്രൈമ ഫേസ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ രോഗിക്ക് പറ്റാതെ വരികയോ അങ്ങനെ വരുമ്പോഴാണ് മാത്രമാണ് മരുന്ന് കൊടുക്കുന്നത്. സാധാരണ നമുക്കറിയാം ആരെങ്കിലും ഷുഗറിൻ്റെ തുടക്കമുണ്ട്, പ്രീ ഡയബറ്റിക് ആണ്, അപ്പോൾ അവരോട് ഡയറ്റും എക്സസൈസും ചെയ്യാനേ ഡോക്ടേഴ്സ് പറയുള്ളൂ. അല്ലെങ്കിൽ പ്രഷർ ഇച്ചിരി കൂടാൻ തുടങ്ങി 140/90 ഒക്കെ, ഉപ്പ് കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കുക, ഇതേ പറയുള്ളൂ. പേഷ്യൻ്റ് അത് ചെയ്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കുന്നത്. പിന്നെ മരുന്ന് കൊണ്ടും മെറ്റബോളിക് സിൻഡ്രോം കൺട്രോൾ ചെയ്യാൻ, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഡയബറ്റീസ്,
ഓവർ വെയ്റ്റ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പം നമ്മൾ ഈ ബറിയാട്രിക് സർജറി, അതായത് നമ്മൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ആമാശയവും കട്ട് ചെയ്ത് അതിൻ്റെ സൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ കുടലിൻ്റെ ബൈപ്പാസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസുകൾ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഓപ്പറേഷൻസ് പിന്നെ വേണ്ടി വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സൈഡ് ഇഫക്റ്റ്. ഇപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെൻറ്റ് ഇടുക, ബൈപ്പാസ് സർജറി ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പറേഷൻസും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ട്രീറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ ഫുഡ് അൾസർ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആംപ്യൂട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കും സർജറി ചെയ്യാം. മരുന്നുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഡയബറ്റീസിന് നമ്മൾ ഇൻസുലിൻ മുതൽ ഉള്ള മരുന്നുകളുണ്ട്. ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, ഈ മെറ്റബോളിക് സിൻഡ്രോമിനുള്ളവർക്കൊക്കെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അതിൽ ഇൻസുലിൻ്റെ അളവ് ഓൾറെഡി കൂടുതലായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ ഇൻസുലിൻ കൂട്ടാനുള്ള മരുന്നുകളും അതുപോലെ ഇൻസുലിൻ തന്നെ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും പാടില്ലാത്തതാണ്. അഗൈൻസ്റ്റ് സയൻസാണ്. ഒരു ഹോർമോൺ കൂടുതലുണ്ടെങ്കിൽ അത് പിന്നെയും കൂടുതൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവായിട്ടുള്ളതാണ്. കാരണം ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് പ്രശ്നം ഇൻസുലിൻ ഇല്ല എന്നുള്ളതല്ല, അല്ല ഇൻസുലിൻ കുറവാണെന്നുള്ളതല്ല, ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇൻസുലിന് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കാര്യമായ മരുന്നൊന്നുമില്ല. ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള മരുന്നുകളാണുള്ളതുകൊണ്ട് അങ്ങനത്തെ മരുന്നുകൾ എടുക്കും. പിന്നെ ഇൻസുലിൻ തന്നെ ഇഞ്ചെക്ട് ചെയ്ത് ചെയ്യും. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോഴേക്കും എന്തോ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതുപോലെ BP-ക്ക് ആണെങ്കിലും കുറേ തരം മരുന്നുകളുണ്ട്. പല ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളുണ്ട്. ചിലരൊക്കെയാണ് ഒരു ഗുളികയ്ക്കകത്ത് തന്നെ 4 തരം മരുന്നൊക്കെയുള്ള ഗുളികകളൊക്കെയാണ് പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്നാലും പ്രഷർ കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ മരുന്ന്, ഒന്നാമത് നമ്മൾ പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും പ്രോബ്ലം ഉള്ള ദിവസം നമ്മുടെ കയ്യിൽ മരുന്ന് കാണിയാൽ, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ മരുന്ന് കാണാൻ അല്ലെങ്കിൽ കഴിക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ ഈ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും പ്രഷർ കൺട്രോൾ ആകുകയില്ല. കാരണം പ്രഷർ കൺട്രോൾ ആക്കാതെ നമുക്ക് എവിടെയെങ്കിലും രക്തോട്ടം കിട്ടാതെ, രക്തം വേണ്ടത്രയും കിട്ടാതെ വരുമ്പോഴാണ് ഈ പ്രഷർ കൂടുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ മരുന്ന് കഴിച്ച് അതിനെ നിലനിർത്താൻ നോക്കിയാലും ഒരു ഷോർട്ട് ടൈം ഇഫക്റ്റ് കിട്ടും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ബോഡി അത് ഓവർകം ചെയ്യാൻ നോക്കി. അത് നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അപ്പം ബേസിക്കലി ഡയബറ്റീസിനാണേലും പ്രഷറിനാണേലും മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അത് ചെറിയ തോതിലുള്ളവർക്കൊക്കെ മരുന്നുണ്ട്. പക്ഷേ കൂടുതലുള്ളവർക്ക് മരുന്ന് ഇഫക്റ്റീവ് ആവാറില്ല. കാരണം നമ്മൾ കാണാറുണ്ട് പലരും ഡയബറ്റീസിനും പ്രഷറിനൊക്കെ മരുന്നെടുക്കുന്നുണ്ട്, പ്രഷറും കൺട്രോൾ ആവില്ല. ഷുഗർ HbA1c ഒക്കെ നോക്കുമ്പോൾ ഷുഗർ നോക്കുമ്പം അവർ കുറച്ച് ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പോയി നോക്കുമ്പോൾ ഷുഗർ കൺട്രോൾ എന്ന് തോന്നും. പക്ഷേ HbA1c നോക്കുമ്പം ഈ മരുന്നും ഇൻസുലിനും ഒക്കെ എടുത്തിട്ടും ചിലരും 10ഉം 11ഉം ഒക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പർലി നമുക്ക്, കാരണം ഇതിൻ്റെയൊക്കെ കാരണം മരുന്നിൻ്റെ കുറവുകൊണ്ടല്ല, ജീവിതശൈലിയിലെ പ്രശ്നം. കൂടുതൽ ഫുഡ് കൂടുതൽ കഴിക്കുന്ന. അപ്പോൾ ഈ മരുന്നെല്ലാം കൂടെ എടുത്ത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം മരുന്ന് ഇൻസുലിനൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും ഷുഗർ താഴെ പോവും. അപ്പം നമുക്ക് വിറയൽ വരും, ക്ഷീണം വരും, അസ്വസ്ഥത വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഭക്ഷണം ഫോഴ്സ്ഫുള്ളായിട്ട് കഴിക്കേണ്ടി വരും. അപ്പം ബേസിക്കലി മരുന്നിനും ഈ ഭക്ഷണത്തിനും ഇടയിലായിട്ട് കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും. പ്രത്യേകിച്ച് പലതരം മരുന്നുകൾ കഴിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാൽ കൊളസ്ട്രോൾ കുറഞ്ഞെന്നിരിക്കും. പക്ഷേ ഈ സ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇഫക്റ്റീവാണ്. പക്ഷെ അതുകൊണ്ട് ട്രൈഗ്ലിസറൈഡിൻ്റെ കാര്യത്തിൽ കൺട്രോൾ കിട്ടുകയില്ല. അതുപോലെ HDL കൂട്ടാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ്, അത് ആക്ച്വലി ഈ ലാസ്റ്റ് 1 ഇയറൊക്കെ ആയിട്ടുള്ളൂ, പലപ്പോഴും ഈ ട്രൈഗ്ലിസറൈഡിനും കൊളസ്ട്രോളിനല്ല, ട്രൈഗ്ലിസറൈഡ് HDL നോക്കാൻ. അപ്പോൾ ഈ സ്റ്റാറ്റിൻ കഴിച്ചു കഴിഞ്ഞാലും HDL കൂട്ടാനോ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനോ പറ്റില്ല, കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പം അതാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളും കൂടാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഫാറ്റി ലിവർ വന്നാലും നമുക്കൊരു മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് കിടക്കുന്നത് ജീവിതശൈലിയിലാണ്. അപ്പം ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോമത്തിൽ വരുന്ന ഈ രോഗങ്ങളെ എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മെറ്റബോളിസത്തിൽ പ്രശ്നം വരാൻ കാരണം
നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുനിന്ന് വരുന്ന ന്യൂട്രിയൻസാണ് മെറ്റബോളിസത്തിൻ്റെ റോ മെറ്റീരിയലായിട്ട് വരുന്നത്, അതായത് അസംസ്കൃത വസ്തുവായിട്ട് വരുന്നത്. അതിൽ കുറവ് വന്നാലും കൂടുതൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ചില ഐറ്റംസ് കുറഞ്ഞു പോകും, വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറഞ്ഞു പോകുന്നു. അത് നമ്മളുടെ മെറ്റബോളിസത്തിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ ഫാറ്റ് പോലെയുള്ളതും ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒക്കെ കൂടി പോകുന്നു. നമുക്കറിയാലോ, ഒരു കെമിക്കൽ ഫാക്ടറിയിൽ എല്ലാ റോ മെറ്റീരിയലും ഇൻഗ്രീഡിയൻസ്, അതിന് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് അളവിൽ വന്നാൽ മാത്രമേ ആ കെമിക്കൽ റിയാക്ഷനും അതെല്ലാം കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. അത് പറ്റാതെ വരുന്നതാണ് നമുക്കിതിനകത്ത് വരുന്നത്. അപ്പം അതിനെ നമ്മൾ സർജറി വെച്ചിട്ടോ മരുന്ന് വെച്ചിട്ടോ ട്രീറ്റ് ചെയ്യാൻ പറ്റിയാലും അതത്ര ഇഫക്റ്റീവ് ആകണമെന്നില്ല. അപ്പം നമ്മൾ റൂട്ട് കോസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ഫൈനലി ഇതിന് നമ്മൾ എന്ത് ചെയ്യാനാകും? ഇപ്പം മെറ്റബോളിക് സിൻഡ്രോം പല രോഗങ്ങളാണ്. പ്രഷറും ഉണ്ട്, ഷുഗറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഹാർട്ടിന് പ്രശ്നം വന്നിട്ടുണ്ടാവും. ഇതിനെല്ലാത്തിനും കൂടി ഒരു കെട്ട് മരുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോഴും, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളവർ ഓൾറെഡി രോഗത്തിലേക്ക് എത്തിയവർ, പിന്നെയുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഐഡിയലി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഇച്ചിരി വയറ് കൂടാൻ തുടങ്ങുമ്പോൾ തന്നെ ഇയർലി തന്നെ നമ്മൾ ഒരു ചെക്കപ്പ് ചെയ്യുക. കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ, ഈ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലും. അപ്പം നമുക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. ഹൈറ്റും വെയ്റ്റും അബ്ഡോമിനൽ സർക്കംഫറൻസും ഒക്കെ നോക്കാം. BP അപ്പാരറ്റസ് ഒരെണ്ണം മേടിച്ച് വീട്ടിൽ വയ്ക്കാം. പിന്നെ വൺസിന് വലിയ ഷുഗർ നോക്കുന്നതിലും നല്ലത് HbA1c നോക്കുക എന്നുള്ളതാണ്. കാരണം പ്രീ ഡയബറ്റിക് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. പക്ഷേ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും ശരിക്കും പറഞ്ഞ ഏർലി ഡയഗ്നോസ് ചെയ്യുന്ന നമ്മൾ ഏറ്റവും നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ നോക്കാതിരിക്കുന്ന സമയത്ത് തന്നെ നോക്കുക. കാരണം എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഷുഗറൊക്കെ നോക്കി രാത്രി 2 ദിവസത്തേക്ക് ഫാസ്റ്റിംഗ് എടുത്തിട്ട് പോയി ഷുഗർ നോക്കി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നതിന് അർത്ഥമില്ല. നമ്മളൊരു നോർമൽ ദിവസങ്ങളായിട്ടുള്ള ദിവസങ്ങളിൽ വേണം ഇതൊക്കെ നോക്കാനായിട്ട്. എന്നിട്ട് കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പം അവിടെ വെച്ചാണ് നമുക്ക് സ്വയം തന്നെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് കൂടുതലുണ്ട്, നമ്മൾ കാലറി കുറയ്ക്കുക, പക്ഷെ മറ്റു ന്യൂട്രിയൻസ് എല്ലാം വേണം. അപ്പോൾ ഒരു സിമ്പിൾ ഫുഡ് നമ്മൾ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഫിഷോ മീറ്റോ ഒക്കെ മോഡറേറ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ മാത്രം ഭക്ഷണം കഴിക്കുക. എന്നിട്ട് എക്സസൈസ് നമ്മൾ സെൽഫായിട്ട് പറ്റുന്ന പോലെയുള്ള എക്സസൈസ് ചെയ്യുക. ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഫ്ലോർ കിടന്നുകൊണ്ട് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അതാണ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ കണ്ടുപിടിക്കുക. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ കണ്ടുപിടിക്കുക, തുടങ്ങുമ്പോൾ തന്നെ ഡയറ്റും എക്സസൈസും ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ്, ആ സമയത്ത് നമ്മൾ ചെയ്തില്ല, ഏതായാലും അസുഖമൊക്കെ വന്നു. ഇപ്പം കുറച്ച് പേര് കാണണമല്ലോ, ഇപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ രോഗങ്ങളോ കാര്യമായിട്ടൊന്നും ഇല്ല, ആകെ മരുന്നൊന്നും കഴിച്ചിരിക്കുന്നില്ലാത്തവർക്കാണ് ഇതെല്ലാം നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ നാളായിട്ടുള്ളവരാണെങ്കിൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഏർലി ഡിറ്റക്ഷനേക്കാളും ഏതൊക്കെ ഓർഗൻസിന് ഡാമേജ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് നോക്കേണ്ടത്. ഹാർട്ടിന് എത്ര വന്നിട്ടുണ്ട്, ലിവറിന് എത്ര. അപ്പം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ എടുത്ത് അതിൻ്റെ സിറ്റുവേഷൻ എന്താണ്, പ്രത്യേകിച്ച് പ്രഷറും ഡയബറ്റീസും ഉള്ളൊരു കിഡ്നി ഫങ്ഷനാണ് നോക്കേണ്ടത്. മൂത്രത്തിൽ ലക്ഷണം വെച്ച് നോക്കിയാൽ മൂത്രത്തിൽ പത പോകുന്നുണ്ടോ, പിന്നെ മൂത്രത്തിൽ ആൽബുമിൻ ഉണ്ടോ, പ്രോട്ടീൻ പോകുന്നുണ്ടോ, പിന്നെ GFR നോക്കുക. GFR 90ക്ക് മുകളിൽ നിൽക്കേണ്ടതാ, അത് താന്നു തുടങ്ങിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ അതിൻ്റെ കറക്ഷൻസ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളത്. അപ്പോൾ കറക്ഷൻസ് ചെയ്യണമെന്ന് പിന്നെ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും രോഗമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ജെനറ്റിക്സ്, റൂട്ട് കോസ് എന്ന് പറയുന്ന ഒന്ന് ജെനറ്റിക്സ്, പിന്നെ ലൈഫ് സ്റ്റൈൽ. അപ്പം ജെനറ്റിക്കലി നമുക്ക് അസുഖത്തിന് സാധ്യത കൂടുതലുള്ളവർ അതും കൂടെ ശ്രദ്ധിച്ച് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത് വെക്കാൻ. ഈ മെറ്റബോളിസത്തിന് പ്രോബ്ലം വരണമെങ്കിൽ നമ്മുടെ ബോഡി കോമ്പോസിഷനിൽ വ്യത്യാസം വരുമ്പോഴാണ് മെറ്റബോളിസത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പം ബോഡിയുടെ ഷേപ്പും തൂക്കവും ഫാറ്റ് ലെവലും ലീൻ മാസ് മസിൽ ലെവലും ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കുന്നത് കറക്റ്റ് ആയാലേ ഉള്ളൂ. ഏതെങ്കിലും ന്യൂട്രീഷൻ്റെ കുറവോ ഏതിൻ്റെയൊക്കെങ്കിലും കൂടുതലോ വരുമ്പോൾ ഈ പ്രപ്പോർഷൻസ് തെറ്റും. അത് തെറ്റുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ഏർലി ആണെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ചെയ്യാം. അപ്പം നമ്മളൊരു രോഗം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് എന്ത് മരുന്നുണ്ട്, എന്ത് സർജറി ഉണ്ടെന്നല്ല നമ്മൾ ഫസ്റ്റ് അന്വേഷിക്കേണ്ടത്. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ലല്ലോ രോഗം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതശൈലിയിലെ പ്രോബ്ലംസാണ്. ഒന്നെങ്കിൽ നമ്മുടെ ജെനറ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലെ ആയിരിക്കും. അപ്പം ജെനറ്റിക്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ജീവിതശൈലി കറക്റ്റ് ചെയ്ത് നമ്മൾ ഒപ്റ്റിമൽ നമ്മളുടെ ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ, വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ വൺസ് വന്നു കുറേ നാളുകളായിട്ട് 10 വർഷമോ 20 വർഷമോ 30 വർഷമോ ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമുക്ക് അത് മാറ്റാൻ പറ്റുന്നു, റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഏറ്റവും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം തരാവുന്ന ഒരു കാര്യം. അപ്പം പോസിറ്റീവ്ലി നമുക്ക് നോക്കിയാൽ ഡെഫിനറ്റ്ലി ഇത് നമുക്ക് വർഷങ്ങളായിട്ടുള്ളതാണെങ്കിലും ഓർഗൻസ് ഡാമേജ് വന്നിട്ടില്ലെങ്കിൽ, ഇപ്പം യൂഷ്വലി ഓർഗൻ ഡാമേജ് വരുമ്പം നമ്മൾ ഏറ്റവും ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിഡ്നി ഫെയിലിയറാണ്. കിഡ്നി ഏതെങ്കിലും ഒരു ഓർഗൻ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കിഡ്നിയോ ഇൻറ്റസ്റ്റൈൻ നമുക്ക് സാധാരണ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഭക്ഷണ സംബന്ധമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാകുകയില്ല. ലിവറിൻ്റെതും യൂഷ്വലി കുറവാണ് ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നത്, അതിൻ്റെ കൂടെ സിറോസിസും കൂടെ വരുന്നത്. ഫെയിലിയർ തീരെ 5th സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടാണ്. കാരണം ഫുഡ് നമുക്കെല്ലാം എടുക്കാൻ പറ്റില്ല. കിഡ്നി പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, കിഡ്നി ഫെയിലിയർ സ്റ്റേജ് 5 ആണെങ്കിൽ, അതായത് GFR ഒക്കെ 15 കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വലിയ പാടാണ്. പക്ഷെ എന്നാലും നമുക്ക് മരുന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും മരുന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഇപ്പം ഈ പല മരുന്നുകളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കാണ് നമുക്ക് സ്വയം ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ക്ലിനിക്കൽ സപ്പോർട്ട് വേണ്ടി വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധന നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും
ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ ഈ ഡയബറ്റിസും പ്രഷറും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഫാറ്റി ലിവറും ഇതെല്ലാ രോഗങ്ങളും കൂടെ ഉള്ളവരിൽ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്ത് ബെനിഫിറ്റ് എന്നുള്ളതാണ്, അല്ലെ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് അതിനകത്ത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ടെസ്റ്റ് വഴിയും കൂടെ കണ്ടുപിടിച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയണമല്ലോ റിസൾട്ടും കൂടെ. ഇത് ഈ ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഷുഗർ കുറയുന്നുണ്ടോ, കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ HSCRP കാർഡിയാക് മാർക്കേഴ്സ് കൂടുതലാണ്. ഈവൻ നമ്മൾ പലപ്പോഴും ട്യൂമർ മാർക്കേഴ്സും നോക്കും. അതായത് മറ്റേ ലേഡീസ് ആണെങ്കിൽ ഒവറി CA125 ഒവറി നമ്മുടെ ജെനിറ്റൽ ഓർഗൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറാണ് റുട്ടീനായിട്ട് നോക്കുന്നത്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉള്ളവർക്കൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ക്യാൻസർ നേരത്തെ വന്നിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ട്യൂമർ മാർക്കേഴ്സ് പാനലും കൂടെ കുറച്ച് കൂടുതൽ ട്യൂമർ മാർക്കേഴ്സ് നോക്കിയാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോയെന്ന്. അപ്പം അതായിരിക്കും അതും കൂടെ നോക്കിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഡയബറ്റീസിൻ്റെതാണെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്കാണ് ഡയബറ്റീസിൻ്റെ എല്ലാ മെഡിസിൻസും എത്ര മരുന്നുണ്ടെങ്കിലും ചിലർ കാണാറുണ്ട് 4 നേരം ഇൻസുലിനും ഉണ്ടാവും, 3-4 ഗുളികകളും ഉണ്ടാവും. ഇതെല്ലാം നിർത്തിയിട്ടാണ് തുടങ്ങുന്നത്. നിർത്തിയിട്ട് നമ്മൾ 4 നേരം ബ്ലഡ് ഷുഗർ വീട്ടിലിരുന്ന് നോക്കും കൂടെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ബ്ലൈൻഡായിട്ടങ്ങ് നിർത്തുക എന്നുള്ളതല്ല. കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ വിതിൻ 12 hours or 24 hours ബ്ലഡ് ഷുഗർ നോർമലായിട്ടുണ്ടാവും എന്നുള്ളത്. നമ്മൾ നോർമൽ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ നോർമൽ നിർത്തുന്നത് സാധാരണ മരുന്നൊക്കെ എടുക്കുമ്പോൾ 180, 200 ഒരു നോർമലായിട്ടായിരിക്കും പലരും. 200 താഴെയാണ് തന്നെ നോർമലായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയല്ല, ഭക്ഷണത്തിന് ശേഷമുള്ളത് ശരിക്കും നമ്മൾ പ്രിഫറബിളി 140 താഴെയാണോ എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. ഫാസ്റ്റിങ് നമ്മൾ കുറച്ചും കൂടെ പതുക്കെ ആയാൽ മതി. ആദ്യം നമ്മൾ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ 140 താഴെ എത്തിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ഫാസ്റ്റിംഗ് ആയിട്ടുള്ളത് 100 താഴെ കൊണ്ടുവരിക. അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് കറക്റ്റായിട്ട് ആർക്കെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ കറക്റ്റ് ആകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ മെത്തേഡ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടല്ല. കാരണം ആ രീതിയിലാണ് നമ്മളത്. കാരണം നമ്മളുടെ ബോഡി നമ്മളോട് കള്ളം പറയേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ കഴിക്കാതെ ഷുഗർ വെറുതെ ബോഡിയിൽ ഉണ്ടാവില്ല. അതായത് ഒത്തിരി ലെവലിൽ ആദ്യത്തെ ലെവലിൽ നമ്മുടെ ബോഡി തന്നെ കുറച്ച് ഷുഗറൊക്കെ ഉണ്ടാക്കും. അതിനും അങ്ങനെ കുറച്ചൊരു മെക്കാനിസംസും മെറ്റബോളിസത്തിൽ അങ്ങനത്തെ കുറച്ചുകളുണ്ട്. എന്നാലും നമ്മൾ റീസണബിൾ കൺട്രോളിലേക്ക് വരാതെ വരികയില്ല. പിന്നെ BP-യുടെ പ്രഷറിൻ്റെ മരുന്നുകളാണെങ്കിലും വിതിൻ എ മന്ത് 3-4 എത്ര മരുന്നുണ്ടെങ്കിലും കിഡ്നിക്ക് കുഴപ്പമില്ലാത്തവരാണ്. കിഡ്നി ഫെയിലിയറിലേക്ക് പോകാതെ നമുക്ക് ഫുൾ സപ്പോർട്ട്, അതായത് ന്യൂട്രീഷൻ ഫുൾ എടുക്കാൻ പറ്റുന്നവർക്ക് വിതിൻ 2 weeks ഓർ വിതിൻ എ മന്ത് BP-യും കൺട്രോൾ ആവും. പിന്നെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് ഇതെല്ലാം നമ്മൾ വിതിൻ എ മന്ത് ഓർ 2 അതിൻ്റെ എല്ലാം ഒരു വിതിൻ എ മന്ത് തന്നെ ഇത്തരം രോഗങ്ങൾ, അതായത് മെറ്റബോളിക് സിൻഡ്രോമിൽ പറ്റുന്ന കാര്യങ്ങളുടെ മരുന്നുകളെല്ലാം വിതിൻ 1 month നിർത്താൻ പറ്റാറുണ്ട്. പിന്നെ കിഡ്നി ഫെയിലിയറിലേക്ക് പ്രത്യേകിച്ചും 4th ലെവൽ, അതായത് നമ്മൾ GFR 30 താഴെ അല്ലെങ്കിൽ 15 താഴെയൊക്കെ വന്നവർക്ക് നമുക്ക് ഫുള്ളായിട്ട് ന്യൂട്രീഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് വേണം, പൊട്ടാസ്യം കൺട്രോൾ ചെയ്യണം, സോഡിയം പൊട്ടാസ്യം അതൊക്കെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ടു മെനി കൺട്രോൾസ് വരുന്നത് കൊണ്ട് ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും വിതിൻ എ മന്ത് മിക്കവാറും
അവർ റീനൽ ഫെയിലിയറിലുള്ള പേഷ്യൻറ്റിൻ്റെ പോലും ബി പിക്ക് റീസണബിൾ കൺട്രോൾ വല്ല ഒരു ഗുളികയൊക്കെ വല്ല എപ്പോഴെങ്കിലും ഒന്ന് കൂടുമ്പം അല്ലെങ്കിൽ അര ഗുളികയൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. യൂഷ്വലി ഈ റീനൽ ഫെയിലിയറിൽ അല്ലെങ്കിൽ ലേക്ക് വന്ന പേഷ്യൻസിൻ്റെ പോലും നമുക്ക് മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റും. പക്ഷെ ഒരു ഓർഗൻ ഡാമേജ് ആയിപ്പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ, അതിന് റിപ്പയർ ചെയ്യാനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു GFR 20 ഒക്കെ ആയിട്ട് വരുന്നവർ ചിലപ്പോൾ അത് 20-നും 40-നും മുകളിലേക്കൊക്കെ എത്തിക്കാൻ പറ്റാറുണ്ട്. ഈവൻ 60-ന് മുകളിൽ പോകുന്നവരും ഉണ്ട് ഇതിലേക്ക്. അതായത് GFRൻ്റെ അതായത് സ്റ്റേജ് 5-ലുള്ളവരെ 4-ലേക്ക് കൊണ്ടുവരാനോ 4-ലുള്ളവരെ 3-ലേക്ക് കൊണ്ടുവരാനോ പറ്റും. 4-ലുള്ളവരെ സ്റ്റേജ് 1-ലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നോർമലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി ആ കിഡ്നിയിലെ ഇതെല്ലാം ഡാമേജ് ആയി പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇത് പറ്റാതെ വരുന്നത്. ബേസിക്കലി നമ്മൾ ഇതിനകത്ത് നമ്മൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് ബേസിക്കലി പേഷ്യൻ്റ് ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി മെനക്കെടാനുള്ള അവരുടെ മനസ്സ് കുറവോ അല്ലെങ്കിൽ അവർക്ക് സാഹചര്യം, വീട്ടിലതിൻ്റെ സാഹചര്യം ഇല്ലാതെ വരുന്നതോ കൊണ്ടാണ്. അപ്പം ബേസിക്കലി അവരുടെ ആറ്റിറ്റ്യൂഡും അവർക്ക് വീട്ടിൽ കിട്ടുന്ന സപ്പോർട്ടും ഒക്കെയാണ് ഇത് ജീവിതശൈലി കറക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം അതിനുള്ള ഒരു സാഹചര്യം ഉള്ളവർക്ക് ഇത് നടക്കുള്ളൂ. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്രീഷൻ, അതായത് നമുക്ക് വേണ്ട പോഷകങ്ങളെല്ലാം കൃത്യമായിട്ടുള്ളതിലുണ്ട്. നമ്മളുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓവർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ വെയിറ്റ് കുറയണം. യൂഷ്വലി ഒരു 20%, 3 മാസം കൊണ്ട് 20% കുറയും. ഇപ്പോൾ 100 കിലോ ഉള്ള ആളാണെങ്കിൽ അയാൾ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ അയാൾ 80 കിലോയിലേക്ക് 3 മാസം കൊണ്ട് വരാൻ പറ്റും. അപ്പം ഇതെല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറയുന്നുണ്ടാകും. എല്ലാം കറക്റ്റായിട്ട് നോക്കുന്ന ആൾക്ക് ഇതെല്ലാം കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ടോക്സിൻസ്, പ്രത്യേകിച്ചും കളറും പ്രിസർവേറ്റീവ്സും ഒക്കെ ഇട്ട് ഫുഡ്, ആവശ്യവും കോസ്മെറ്റിക്സ്, ഇങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്ന ടോക്സിൻസ് കുറയ്ക്കാനുമാണ് ഇതിനകത്ത് നോക്കുന്നത്. അതുപോലെ നമ്മുടെ സർക്കുലേഷൻ കൂട്ടി നമുക്ക് ബോഡിക്കകത്തുള്ള ടോക്സിൻസ് പുറത്ത് കളയാനുമായിരിക്കും നോക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ മോഡേൺ മെഡിസിനിലെല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് പാരാമീറ്റേഴ്സും കൂടെ കറക്റ്റ് ആവണം. നമുക്ക് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടണം, അത് അവനവന് തന്നെ അറിയാം. പിന്നെ ബ്ലഡ് പാരാമീറ്റേഴ്സ് കറക്റ്റ് ആകണം. ഷുഗറും പ്രഷറും ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം, നോക്കാം, നമുക്ക് തന്നെ ബോധ്യപ്പെടാം. പിന്നെ ബ്ലഡ് പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ബോഡി കോമ്പോസിഷനും ബോഡി ഷേപ്പും കറക്റ്റായി വരണം. ഇതെല്ലാം ആകുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പീരിയോഡിക്കലായിട്ട് ടെസ്റ്റും ചെയ്യണം. യൂഷ്വലി ഫുൾ സപ്പോർട്ട് തരുന്നത് 3 മാസത്തേക്കാണ്. അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഫുൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൊണ്ട് വരും. പിന്നെ യൂഷ്വലി 6 മന്ത്സ് കൊണ്ട് മിക്കവാറും പേർക്കെല്ലാം ആ ബോഡി, പിന്നെ ഒത്തിരി ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർ, ഇപ്പം 100-ന് മുകളിലും ഒക്കെ ഉള്ളവർക്ക് 3 മാസം കൊണ്ടോ അല്ലെ 6 മാസം കൊണ്ടോ ഒന്നും ഫുള്ളി കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പം അവർക്ക് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ കിഡ്നി ഫെയിലിയർ, ക്യാൻസർ, സിവിയർ കാർഡിയാക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ അവരുടെ ആ റിപ്പയറിന് വേണ്ടിയിട്ട് ചിലപ്പം ലോ ലെവല് ഫുഡ് സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ എക്സസൈസൊക്കെ നമ്മൾ ഈ പഠിച്ചു തരുന്ന എക്സസൈസൊക്കെ നമ്മൾ ലൈഫ് ലോങ്, ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകണം. പക്ഷേ ഫുഡിൻ്റെ സപ്പോർട്ടൊക്കെ നമുക്ക് നാച്ചുറൽ ഫുഡിലേക്ക് പോകാം. പക്ഷെ നോക്കി നമുക്ക് ഏതാണ് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളത് നോക്കി എത്ര അളവാണെന്നുള്ളതൊക്കെ അപ്പോഴേക്കും ഈ 3 to 6 months കൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ച് മാനേജ് ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോഴേക്കും ഇതിൻ്റെ മിക്കവാറും മരുന്നുകളെല്ലാം തീർന്നിട്ടുണ്ടാകും. എന്തൊക്കെ രോഗങ്ങളുണ്ടെങ്കിലും, പിന്നെ ഇതിൻ്റെ കൂടെ ആർത്രൈറ്റിസോ മുട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഒന്നിച്ച് തന്നെ മാറും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇതിൻ്റെ പോസിറ്റീവ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ പോസിറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ രോഗമുണ്ടോ അതിനെല്ലാം ഒന്നിച്ചായിരിക്കും ഒരു പാരലായിട്ട്. കാരണം നമ്മൾ ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്, നമ്മൾ രോഗത്തെ അല്ല ചികിത്സിക്കുകയല്ല, നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ എല്ലാത്തിനും പാരലായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ മിക്കവാറും എല്ലാ മരുന്നുകളിൽ നിന്നും മാറാൻ പറ്റും. പിന്നെ അത് നമ്മൾ മരുന്ന് കഴിച്ച് ഇത് കണ്ടിന്യൂ ബേസിക്കലി ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യും. അതാണ് നമ്മുടെ സിംറ്റം. പിന്നെ അതിനുള്ള മനസ്സുണ്ടാകണം. ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുക എന്നൊക്കെ, അതായത് ഇഷ്ടംപോലെ എല്ലാം കഴിക്കുക എന്നുള്ളതിലല്ല, അതിനുള്ള താല്പര്യം ഇല്ലെന്നാണ്. കാരണം നമ്മളത് റിയലി നമ്മളുടെ ബോഡിക്ക് എന്താണ്, നമ്മളുടെ ബോഡിയുടെ ലാംഗ്വേജ് പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക. ബോഡിക്ക് വേണ്ടത് കൊടുക്കുക, വേണ്ടാത്തത് ഒഴിവാക്കുക.
നമ്മൾ ബേസിക്കലി എപ്പോഴും നമ്മൾ മരുന്നിൽ നമുക്ക് ഒരു രോഗം വരുമ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള സപ്പോർട്ടാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. അപ്പം മരുന്ന് അല്ലെ ഓപ്പറേഷൻ എന്നാണ് ചിന്തിക്കുന്നത്. ഈ ക്ലിനിക്കൽ നമ്മളുടെ ബോഡിക്ക് ശരിക്കും വേണ്ടത് നമ്മളെല്ലാത്തിനും പറയല്ലോ ഉള്ളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളിലേക്ക് തന്നെ ഇതിനകത്ത് ഇതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പ്രൊവൈഡഡ് നമ്മൾ തന്നെയാണ് നമ്മളുടെ ഹീലർ ആകുന്നത്. നമ്മളുടെ ഹീലർ ആരാണ് ശരിക്കും? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. നമ്മളുടെ രോഗം വന്നാൽ മാറ്റുന്നതും രോഗം വരാതെ നോക്കുന്നതും ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അപ്പം ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് അതിന് വേണ്ട ഫുഡും ന്യൂട്രീഷനും ഒക്കെ കൊടുക്കുക. അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ഹീലറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാണത് വേണ്ടതെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ അത് പഠിപ്പിച്ചു തരിക എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 to 6 months കൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വയം മാനേജ് ചെയ്യണം. അതിന് മിക്കവാറും 1 year നമ്മൾ എവറി ഇയർ ഒരു ഫോളോ അപ്പ് ഒക്കെ ഉണ്ട്. മിക്കവാറും കറക്റ്റായിട്ട് പോകുന്നവരെല്ലാം 1 year വരുമ്പോഴും ഏകദേശം ബ്ലഡ് പാരാമീറ്റേഴ്സും മരുന്നില്ലാതെ 10-20 മരുന്നൊക്കെ ഗുളികളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവർ ഒരു മരുന്നും ഇല്ലാതെ എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റാക്കി വരും. ഇപ്പം ചിലർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഉഴപ്പൊക്കെ എന്തെങ്കിലും ടൂറോ ഒക്കെ പോയിട്ട് വരുമ്പോൾ ഇച്ചിരി തെറ്റിയാലും അത് വീണ്ടും തിരിച്ചു പിടിക്കുക. അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയുമുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.